പത്തനംതിട്ട ചെല്ലും. എന്നിട്ട് അവിടെ നമ്മൾ വേറെ ബസ്സിൽ കയറിയിട്ടാണ് ഗവിക്ക് പോകുന്നത്. ഇപ്പൊ എവിടെയാ എന്തിനാ വന്നേന്ന് ചോദ്യം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ നമ്മളിപ്പോൾ പത്തനംതിട്ട എത്തിയിട്ടുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. നമ്മൾ ഓർഡർ ചെയ്തേക്കുന്ന പൊറോട്ടയും മുട്ട റോസും കഴിക്കാൻ നല്ല ചൂട് പൊറോട്ട. എന്ത് ചെയ്യുന്നു എല്ലാവരും വിചാരിച്ച് ഞാൻ ഒരു യൂട്യൂബറാണ്. ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. അങ്ങനെ നല്ല മുരിഞ്ഞ പൊറോട്ട. നിങ്ങൾ ആരും അവിടെ ടിക്കറ്റോ മറ്റൊന്നും എടുക്കണ്ട. ഞങ്ങൾ തന്നെയാണ് അവിടെ ചെയ്യുന്നത്. നിങ്ങൾ താഴേക്ക് ഇറങ്ങി പോയാൽ മാത്രം മതി കേട്ടോ. നമ്മൾ ഗവിക്ക് വന്ന ട്രിപ്പില് കൊട്ടവഞ്ചി കയറാനായിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾ ട്രിപ്പില് എന്താണ് കൊട്ടവഞ്ചിയിൽ കയറാനായിട്ട് പോവാണ്. ഞങ്ങൾക്ക് 4 പേർക്ക് നീന്തൽ അറിയത്തില്ല. അതെ, ആലപ്പുഴക്കാരെന്ന പേര് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് 4 പേർക്ക് നീന്താൻ അറിയില്ല. ആരിലും വീണില്ല. വെള്ളത്തിന് വീണെങ്കിൽ ഇതിന് ബാക്കി ഞങ്ങൾ അയക്കാനൊക്കെയായിരിക്കും. നമ്മളിപ്പോൾ അടനാരിക്കാണ് കൊട്ടവഞ്ചി കയറാനായിട്ട്. ഇവിടെ ചരിച്ചിട്ടുണ്ടാവും. ഫോട്ടോഷൂട്ട് നടന്നോണ്ടിരിക്കുവാണ്. മാള് പൂഞ്ഞോട് തൊട്ട് താഴെ വീണ് കാണാം. അതായത് എക്കോ ടൂറിസ്റ്റ്. എന്റെ എന്തുവാ കിളിയുടെ പക്ഷിയുടെ പേര് പൊന്മാനോ? അതാണ് ശബ്ദം വെക്കുന്നത്. മനം കഴിയുന്നവരെ ഞാനും ഉണ്ട് നിങ്ങളുടെ കൂടെ. നിങ്ങൾക്ക് അത്യാവശ്യം എന്തെങ്കിലും വെള്ളമോ സ്നാക്സോ എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങണം. ഈ കടകളൊന്നുമില്ല. നമ്മുടെ വനത്തിനുള്ളിലേക്കാണ് കയറാൻ പോകുന്നത്. എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള കട. നിങ്ങൾ വെള്ളം എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങാം. ഈ ഡാമുകളെല്ലാം തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന അഭാവം നമ്മൾ അവർ സ്ഥാപിച്ച ഒരു ഓപ്ഷനുകളാണ് കാണിക്കുന്നത്. ഒരു മണിയെ കഴിഞ്ഞ ഭാഗത്ത് സാധനങ്ങളൊക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. രണ്ട് മലകൾക്കിടയിൽ കാണാൻ മലയാണ് പൊന്നമ്പലം. അവിടാണ് മകരജ്യോതി തെളിയുന്നത്. അവിടാണ് മകരജ്യോതി തെളിയുന്നത്.
ഇതാണ് ഗായ്സ് പമ്പ ഡാം. ഈ അതായത് പമ്പ നദിയുടെ ഉത്ഭവം ഇവിടെ നിന്നാണ്. അങ്ങനെ ഈ മരത്തിനെ കുറിച്ച് പിന്നെയും പഠിച്ചു. അങ്ങനെ പഠിച്ച ഏതാണ്ട് 1 വർഷത്തെ പഠനത്തിന് ശേഷമാണ് ഇത് ഗോപമരമാണെന്നുള്ളത് മനസ്സിലാകുന്നത്. ഗോഹം ഇത് നമ്മുടെ ഗവിയിലെ പോസ്റ്റ് ഓഫീസാണ്. ഇവിടെ നിന്നാണ് നമ്മൾ കത്തുകൾ എഴുതി ഗവിയിലേക്ക് അയക്കും, അല്ല വേറെ സ്ഥലങ്ങളിലേക്ക് അയക്കും. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഗവി ഡാമിലാണ്. ഇവിടെ നമ്മൾ എക്കോ ഷോപ്പുണ്ട്. ഇവിടെ ലിക്കർ ഷോപ്പ് ഉണ്ടെന്ന്. ഗവി ഡാമിലാണ്. ഗവി ഡാം ഡാം കണ്ട് അതിനുശേഷമാണ് ഗവി ഡാം. ലാസ്റ്റ് ഡാമാണ്. നമുക്ക് പോകാം. നിങ്ങൾ കണ്ടു ഗവി വരുവാണെങ്കിൽ ഈ ഒരു ഡാമിൽ മാത്രമേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. പോയിട്ടുണ്ട്, പോകാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇറങ്ങിയിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. മണ്ടയ്ക്കൂടെ നടക്കും. അവിടെ വെള്ളമല്ലേ. നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞു നമ്മൾ നേരെ പത്തനംതിട്ടയ്ക്ക് പോവാണ്. അവിടുന്ന് നേരെ തിരുവല്ലയ്ക്ക് വിളിച്ചു. അങ്ങനെയാണ് നമ്മൾ പോണത്. അപ്പൊ നമ്മളിവിടെ പാക്കപ്പ് പോരായ്മകളുണ്ടെങ്കിൽ അതും പറയാം. അടുത്ത യാത്ര ഞങ്ങൾ +2 തൊട്ടുള്ള മനസ്സിലുള്ള ആഗ്രഹമാണ് എല്ലാവർക്കും ഒരുമിച്ച് എവിടെയും പോകണം എന്നുള്ളത്. വീട്ടിൽ നിന്ന് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ടൈമാണ് വീട്ടിൽ നിന്ന് സമ്മതിക്കണത്. അപ്പൊ ഓക്കെ അതും കുറച്ച് പറഞ്ഞെല്ലാം കൺവിൻസ് ചെയ്തു. വി ആർ വെരി ഹാപ്പി. ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഞങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്ത് ഒരു സ്ഥലത്ത് പോണത്. സോ റിയലി ഹാപ്പി. ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ്.